സർ, ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിച്ച ഒരു വിവരമാണ്. അതായത് സഞ്ചരിക്കാൻ പാടില്ലാത്ത ഭാരതത്തിലെ കുറച്ച് നഗരങ്ങൾ അതല്ലെങ്കിൽ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഈ സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ജന്തർ മന്ദിറിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വാർത്താക്കുറിപ്പ് വന്നു എന്നുള്ളൊരു വിവരമാണ്. അതിന്റെ അത് എത്രത്തോളം സത്യമാണ് എന്നുള്ളത് എനിക്ക് യാഥാർത്ഥ്യം അറിയില്ല. എന്നിരുന്നാലും അങ്ങനെ ഒരു വാർത്ത ഞാൻ വായിച്ചു. മാത്രമല്ല നമ്മൾക്കറിയാം സർ, ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള അവരുടെ കയ്യിൽ ഈ പറയുന്ന ബംഗ്ലാദേശിന്റെ പതാക വന്നിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല നമ്മുടെ അയൽ രാജ്യങ്ങളിലെ അവിടുത്തെ ഭരണസ്ഥിരാ കേന്ദ്രം തകർത്തതിനെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അത്തരത്തിൽ ഭാരതത്തിന്റെ ഈ കുതിപ്പ് തടയാൻ വേണ്ടിയിട്ട് ലോക നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ഇന്ന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് നരേന്ദ്രമോദിയാണ് എന്നുള്ള ഉത്തരത്തിന് അതിനെ തകർക്കാൻ വേണ്ടി വിദേശ ശക്തികൾ ഇതിൽ ഇടപെടുന്നു എന്ന് സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ ഒക്കുമോ സർ? തീർച്ചയായിട്ടും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ സമര പരിപാടി സംഘടിപ്പിച്ചതിന്റെ രീതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഖാർഗെയുടെ ജന്മദിന പരിപാടിയിൽ വിരുന്നുണ്ടെന്നും ഭക്ഷണം കഴിക്കാൻ വരണമെന്നും പറഞ്ഞിട്ടാണ് എം പിമാരെ വിളിച്ചുകൂട്ടിയത്. അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്ന എം പിമാരോട് പറഞ്ഞു, ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ നമുക്കൊരു സമര പരിപാടിയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെയും ഖാർഗെയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവർ പുറപ്പെടുന്നതിന് മുൻപ് കേന്ദ്രമന്ത്രി കൃത്യമായിട്ടും പാർലമെന്ററി കാര്യമന്ത്രി രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്നു, നമ്മൾ ഏത് കാര്യവും ചർച്ച ചെയ്യാൻ തയ്യാറാണ്, പാർലമെന്റിന് ഉള്ളിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ്, പുറമേ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ്, അതുകൊണ്ട് ചർച്ചയിലൂടെ നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം എന്ന് കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് വന്ന് രാഹുൽ ഗാന്ധിയോട് സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു, അതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾ സമാധാനപരമായിട്ടുള്ള നിയമവിധേയമായിട്ടുള്ള ഒരു സമരത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്, അതുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കാൻ പോക്കോട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ആ സമരം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മുന്നിലേക്കുള്ള മാർച്ചാണ് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി മറച്ചു വെച്ചു. വീണ്ടും മന്ത്രി ചോദിക്കുന്നുണ്ട്, ഈ സമരം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ നിയമവിരുദ്ധമായ സ്ഥലത്ത് കടക്കുകയും പ്രധാനമന്ത്രിയുടെ വാസസ്ഥലത്തേക്ക് കടന്നു വരികയും ചെയ്തത്? അത് നിയമവിരുദ്ധമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നോ? അത് ശരിയാണ്, ബൈജു പറഞ്ഞത് ശരിയാണ്. രാഷ്ട്രപതി ഭവനും പ്രധാനമന്ത്രിയുടെ വസതിയും അടക്കമുള്ള പ്രദേശങ്ങളിൽ എല്ലാവർക്കും ഇരച്ചു കയറി ചെല്ലാവുന്ന ഒരു സ്ഥലമല്ല, അതീവ സുരക്ഷാ മേഖലയാണ്. അങ്ങനെയുള്ള പല മേഖലകളുമുണ്ട്. പക്ഷെ അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന മറുപടി, എനിക്ക് അന്നേരം അപ്പോൾ അങ്ങനെ തോന്നി, ഇപ്പൊ അങ്ങനെ അല്ല തോന്നുന്നത്, ഇപ്പൊ ഇങ്ങനെയാ തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ തോന്നിയ പടി ചെയ്തു. ഇതാണ് ഒരു പ്രതിപക്ഷ നേതാവിന്റെ നിലവാരം. അപ്പോ അദ്ദേഹത്തിന് വിദേശത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന ക്യാപ്സ്യൂളായിരിക്കും, നിർദ്ദേശമായിരിക്കും. അപ്പോൾ അതെത്ര തന്നെയാണെങ്കിലും ക്ഷമയുടെ നെല്ലിപ്പല വരെ പോകുന്ന ഒരു കേന്ദ്ര മന്ത്രിസഭയാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് ചൈന മോഡൽ തിയാനൻമെൻ സ്ക്വയറിലെ നടന്നതുപോലെ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കുക, എന്നിട്ട് കുറെ പേരെ രക്തസാക്ഷിയാക്കുക, അതിന്റെ പേരിൽ കലാപം അഴിച്ചിടുക, എന്നിട്ട് പ്രധാനമന്ത്രിയെ രാജിവെപ്പിക്കുക. ഈ ഇട്ടാവട്ടത്തിലുള്ള രാജ്യങ്ങളിൽ 10,000 25,000 ജനസംഖ്യ ഉള്ളിടത്തൊക്കെ നടക്കുന്ന കളി 147 കോടിയുള്ള ഇന്ത്യയോടും അതേപോലെ RSSന്റെ അതിശക്തമായ പിന്തുണയുള്ള BJPയോടും കളിക്കാമെന്നാണ് ഇവർ കരുതിയതെങ്കിൽ ഇവർക്ക് എഴുതി കൊടുത്തിരിക്കുന്ന തിരക്കഥ അപ്പാടെ തെറ്റി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ചെറിയൊരു രാജ്യമല്ല. ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, വടക്കേ അമേരിക്ക എന്ന ഭൂഖണ്ഡത്തിലെ മുഴുവൻ രാജ്യങ്ങളും, തെക്കേ അമേരിക്ക എന്ന ഭൂഖണ്ഡത്തിലെ മുഴുവൻ രാജ്യങ്ങളും, യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിലെ മുഴുവൻ രാജ്യങ്ങളും കൂടെ ഒന്നിച്ചു കൂട്ടിയാൽ പോലും അവിടുത്തെ മുഴുവൻ ജനസംഖ്യ ഒന്നിച്ചു കൂട്ടിയാൽ 94 രാജ്യങ്ങളാണ്. അവിടുത്തെ മുഴുവൻ ജനസംഖ്യ ഒന്നിച്ചു കൂട്ടിയാൽ പോലും ഒരു ഇന്ത്യൻ ജനസംഖ്യക്കൊപ്പം വരില്ല. അത്ര വലിയ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഈ രാജ്യത്തെ ഏതെങ്കിലും തരത്തിലുള്ള ജൻസി കലാപത്തിൽ കൂടി വലിച്ചു താഴെ ഇടാമെന്നോ അധികാരം പിടിച്ചടക്കാമെന്നോ ആരെങ്കിലും വ്യാമോഹിച്ചാൽ അതൊന്നും നടക്കാത്ത കാര്യമാണ്. അതൊക്കെ വിദേശത്ത് നടക്കുമായിരിക്കും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അത് അവിടെ പോയി പറഞ്ഞാൽ മതി എന്ന് മാത്രമാണ് അതിനുള്ള മറുപടി. സർ, നമ്മൾക്കറിയാം ഇപ്പോ രാജ്യവിരുദ്ധർ ഇത്തരത്തിലുള്ള ഭാരതത്തിൽ നടന്നിട്ടുള്ള ഒട്ടേറെ സമരങ്ങളിൽ നുഴഞ്ഞു കയറുന്നത് നമ്മൾ കൃത്യമായിട്ടും കാണാറുണ്ട്. അത് രാജ്യത്തിനകത്തുള്ളവരും രാജ്യത്തിന് പുറത്തുള്ളവരും ഒക്കെ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ കർഷക സമരമൊക്കെ എത്രത്തോളം ആയിരുന്നു രാജ്യവിരുദ്ധർ, അതല്ലെങ്കിൽ തീവ്രവാദികൾ. ഇപ്പൊ വയനാട്ടിൽ നിന്ന് പോയിട്ടുള്ള ഒരു ജിഹാദിയെ കുറിച്ച് സാറ് തന്നെ പറഞ്ഞു, അവന്റെ അള്ളാഹുവിന്റെ അവസാന ദിനങ്ങൾ അടുത്തു ഈ ലോകത്തിന്റെ എന്നൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. ആ വ്യക്തിയുടെ പോലെ എത്രയോ രാജ്യവിരുദ്ധ ശക്തികൾ മാത്രമല്ല രാജ്യത്തിന് പുറത്തുള്ള ശക്തികളും ഇവരിൽ ഈ നീറ്റ് എക്സാമിന്റെ എന്ന പേരിൽ ഈ നടക്കുന്ന ഈ സമരത്തിൽ നുഴഞ്ഞു കയറി എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ വാർത്ത പുറത്ത് പറയുമ്പോൾ അതിനൊരു തെളിവ് അടിസ്ഥാനമാക്കി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സർ അതിനെ പ്രതികരിക്കുക?
അതിന് രണ്ട് തെളിവുകളാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നത്. ഒന്ന്, നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിക്കാനുള്ള സമരം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ സമരത്തില് വിളിക്കപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഇന്ത്യയെ പല കഷണങ്ങളാക്കി മുറിക്കുമെന്നുള്ളതും, അതുപോലെ ഞങ്ങൾ ഹിന്ദുക്കളല്ല എന്നുള്ളതും, രാമൻ എന്ത് ചെയ്യും, സീതയുടെ ഭർത്താവ് രാമൻ എന്ത് ചെയ്യുമെന്നുള്ളതും, അതുപോലെ തന്നെ ആധ്യാത്മിക ആചാര്യന്മാരെ ചീത്ത പറഞ്ഞുകൊണ്ടും ബ്രാഹ്മണരെ ചീത്ത പറഞ്ഞുകൊണ്ടും ഒക്കെയുള്ള മുദ്രാവാക്യങ്ങൾ വരുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കണം മുദ്രാവാക്യമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരെ ഇത്ര ശക്തമായ ഒരു സമരം മുഖം തുറക്കണമെങ്കിൽ അത് ഇന്ത്യ വിരുദ്ധ ശക്തികൾ തന്നെയാണ്. അതാണ് അതിനകത്തെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരും അവരാര് തന്നെയാണെങ്കിലും അവരൊക്കെ തന്നെ വിദേശ രാജ്യത്ത് നിന്ന് ഫണ്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിയമവിരുദ്ധമായ മാർഗങ്ങളിൽ വെട്ടിപ്പും തട്ടിപ്പും നടത്തി FCRA ലൈസൻസ് കട്ട് ചെയ്ത് നിയമ നടപടി നേരിടുന്നവരാണ്, തെളിവ് സഹിതം പിടിച്ചവരാണ്. അപ്പൊ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിദേശ ഫണ്ട് രാജ്യത്ത് ഉപയോഗിച്ചു എന്നുള്ളതിന് തെളിവ് സഹിതം FCRA കട്ട് ചെയ്യപ്പെട്ട ആൾക്കാരാണ് ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവരുടെ സാന്നിധ്യവും അവിടെ വിളിക്കപ്പെടുന്ന മുദ്രാവാക്യങ്ങളും വയനാട്ടിൽ നിന്ന് പോയ ജിഹാദിയുടെ പോലെയുള്ള പ്രതികരണങ്ങളും അടക്കം വളരെ വ്യക്തമായ തെളിവാണ് ഇത് ഇന്ത്യ വിരുദ്ധ ശക്തികൾ തന്നെയാണ്. ഇതിന്റെ പിന്നിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ കരങ്ങളുണ്ട്. ജോർജ് സോറോസിന്റെയും അതുപോലെയുള്ള മറ്റ് ഫൗണ്ടേഷനുകളുടെയും, ഇപ്പൊ താക്കൂർ ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ വിരുദ്ധ കാര്യങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കുന്ന മറ്റ് ഫൗണ്ടേഷനുകളും അവരുടെയൊക്കെ പണം പറ്റിയിട്ടുള്ള ആൾക്കാരാണ് ഈ കോക്രോച്ച് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കോക്രോച്ച് സമരത്തെ അവര് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. അതിൽ ഇസ്ലാമിക തീവ്രവാദികൾ ഉണ്ട് എന്നുള്ളത് അവിടുത്തെ മുദ്രാവാക്യം വിളികളിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ ബ്രാഹ്മണർക്കെതിരെ ഉള്ള മുദ്രാവാക്യം വിളി, ഹിന്ദുക്കൾക്കെതിരെയുള്ള മുദ്രാവാക്യം വിളി എന്നൊക്കെ പറയുമ്പോഴും അത് വളരെ വ്യക്തമാണ്. ഇതുമായിട്ട് ഒരു കാലത്ത് ഒരു ബന്ധവും ഇല്ലാതിരുന്ന കേരളത്തിലെ ബിഷപ്പുമാരുടെ പേരിൽ പ്രതിഷേധം വരുന്നു എന്ന് പറയുമ്പോഴും ഇക്കാര്യം വ്യക്തമാണ്. അപ്പോൾ ഇന്ത്യ വിരുദ്ധത എന്നുള്ളത് വളരെ വ്യക്തമായി മുഖം മൂടി നീക്കി പുറത്തു വന്നിരിക്കുകയാണ്.